അല്ല, നമ്മുടെ ഈ നിയമം വന്നേക്കുന്നത് 1972 വന്ന നിയമമാണ്. ഇപ്പോഴത്തെ വന്യജീവി നിയമം വന്നിരുന്നത്. അന്ന് 1972 വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് വന്യജീവികളുടെ കൗണ്ടിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് വേട്ടകളും നായാട്ടുകളൊക്കെ നടക്കുന്ന സ്ഥലം, അതിനൊന്നും കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 1972 ഈ പറയുന്ന വന്യജീവി നിയമം വന്നത്. അപ്പോൾ അതിനുശേഷം സാഹചര്യങ്ങളൊക്കെ മാറി. കേന്ദ്ര സർക്കാരിൻ്റെ പല പല പ്രോജക്റ്റുകൾ, ടൈഗർ, പ്രോജക്റ്റ് എലിഫൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല പ്രോജക്റ്റുകളോട് കൂടിയിട്ട് ഇന്നത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവയുടെ കൗണ്ടായാലും അതുപോലെ ആനയുടെ കൗണ്ടായാലും വലിയ രീതിയിൽ അത് വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കടുവയുടെ കൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 3700ഓളം കടുവകൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. അത് തന്നെ ഏറ്റവും വലുത്. അത് മാത്രമല്ല 6.1% വെച്ചിട്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് കടുവകൾക്കുണ്ട്, കടുവകളുടെ പോപ്പുലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടുവകളെല്ലാം ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അന്ന് 1972 ആ സാഹചര്യം ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇത് നിയമ ഭേദഗതി ചെയ്തിട്ട് ഈ പറയുന്ന സാഹചര്യം എങ്ങനെയാണ് നമുക്ക് നേരിടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഭേദഗതി വേണമെന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ എന്തായാലും ആ ഭേദഗതിക്ക് തയ്യാറല്ല എന്നുള്ളതാണ് അവരുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മറുപടിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക എംപിമാരും ഇതിനെക്കുറിച്ചിട്ട് പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, 0 hour സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നലെ വരെയും എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അവർ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ആലോചിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉള്ള നിയമം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ആലോചിക്കുക വേണ്ടത്. ഉള്ള നിയമം അനുസരിച്ചിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമാണ് ഈ പറയുന്ന പോലെ അക്രമകാരികളായിട്ടുള്ള ജീവികളെ നമുക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് പാസ്സാക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത്. നമ്മളതിപ്പോൾ ഒരു ഭേദഗതിയിൽ കൂടെ നമുക്ക് വേണമെന്ന് പറയുന്നത് ഇത് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിൽ കൂടി ഈ പറയുന്ന അധികാരം നിക്ഷിപ്തമാക്കണം. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് കൺസർവേറ്റർ ആകുമ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് പോയിട്ട് ഓരോ മേഖലകൾ തിരിച്ചു കൊടുത്തിട്ട് അത് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ആ ഭേദഗതി അങ്ങനെ വേണമെന്ന് പറയുന്നത്. പക്ഷേ അവരെ സമ്മതിക്കുന്നില്ല. സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം ഉള്ളൂ എങ്കിൽ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ ഓഫീസർ ഏത് സമയത്തും ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കണം. പറയുന്ന എവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് വെച്ചാൽ ഈ പ്രശ്നബാധിത പ്രദേശത്ത് ഇങ്ങനെ ഏത് സമയത്തും ഉണ്ടായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. അല്ലാതെ തിരുവനന്തപുരത്ത് ഓഫീസിലിരുന്ന് കഴിഞ്ഞാൽ ഇതിനൊന്നും നടക്കില്ല. കാരണം ഒരുപാട് നടപടിക്രമങ്ങളാണ് ഈ സെക്ഷൻ 11 പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളെല്ലാം പാലിക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിലിരുന്ന കാര്യം നടക്കില്ല. വയനാട്ടിലാണെങ്കിൽ വയനാട്ടിൽ, ഇടുക്കിയിലാണെങ്കിൽ ഇടുക്കിയിൽ, എവിടെയാണ് ഈ പ്രശ്നം നടക്കുന്നത് വെച്ചാൽ അവിടെയെല്ലാം ഇദ്ദേഹം ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കണം. ആ ഗ്രൗണ്ടിൽ ഉണ്ടായിട്ട് ഉടനെ തന്നെ അതിനുള്ള ഉത്തരവ് കൊടുത്തതിന് ശേഷം ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പിന്നെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇപ്പം പ്രശ്നങ്ങൾ രണ്ടാണ്. ഒന്ന്, നിയമം ഭേദഗതി ചെയ്യില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അപ്പോൾ നിയമം ഭേദഗതി ചെയ്യില്ലെങ്കിൽ പിന്നെ ഉള്ള നിയമം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഈ ഉള്ള നിയമം വെച്ചിട്ട് നമ്മൾ അനങ്ങുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ കോടതിയെ സമീപിക്കാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തെ സംബന്ധിച്ചുള്ള വലിയൊരു വിപത്തായിരിക്കുകയാണ്. ഈ ആഴ്ചകളിൽ ഇത്ര പേര് കൊല്ലപ്പെട്ടു. ഇതിപ്പോൾ ഈ കോടതിയെ സമീപിക്കുമോ അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല, കോടതിയെ സമീപിച്ചു കഴിഞ്ഞാലും കോടതിക്ക് ഉള്ള നിയമത്തിൽ തന്നെയല്ലേ കോടതിക്ക് വ്യാഖ്യാനം നടത്താൻ പറ്റുകയുള്ളൂ. കോടതിക്കായിട്ട് ഇപ്പോൾ നിയമത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ അല്ലെങ്കിൽ ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് അടക്കാനുള്ള ഒരു അധികാരം കോടതിക്കില്ലല്ലോ. കോടതിക്ക് ഉള്ള നിയമത്തിൽ ഏത് രീതിയിലാണ് നടപ്പാക്കാൻ പറ്റുന്നത് ആ സംഗതിയിലാണ് കോടതിക്ക് ഒരു തരത്തിലുള്ള ഉത്തരവ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കേരള സർക്കാരും അതേപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഇവിടെയുള്ള പാർലമെൻറ്റുമാണ് ചെയ്യേണ്ടത്. പക്ഷേ പാർലമെൻറ്റിൽ അവർ ഒരു ഭേദഗതി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിസ്സഹായരാണ്. പക്ഷേ ഉള്ള നിയമം വെച്ചിട്ട് ഇനിയിപ്പോൾ കേരള സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുന്നത് അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ അത് കോടതിയിൽ പോകാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. കാരണം അവർക്ക് നിക്ഷിപ്തമായിട്ടുള്ള അവരുടെ കർത്തവ്യം ചെയ്തില്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് ആ കർത്തവ്യം ചെയ്യിപ്പിക്കുക തന്നെ വേണം.